ശക്തമായിട്ടൊന്നും ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ. കാരണം അവരുടെ മാനം കാക്കൽ അവരുടെ ബാധ്യതയല്ലെങ്കിലും പല വിസ്തം വിഭാഗത്തിന്റെയും നേതാക്കളുടെ മാനം കാക്കുന്നത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങളിൽ പല ആളുകളെയും മാനം നിൽക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് കൊച്ചിയിൽ വന്ന് ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ ഹേറ്റ് ക്യാമ്പയിൻ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുത്തണ്ടട തിരുത്താൻ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. ചിലപ്പോൾ ഈ ചോട്ട മൂല്യമാർക്ക് ചിലപ്പോൾ തിരിച്ചറിഞ്ഞണമെന്നില്ല. ബഡാമൗലിമാരോട് ചോദിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. വിസ്ഡം വിഭാഗത്തിന്റെ പല നേതാക്കന്മാരെയും മാനം അനസ് മൗലവിന്റെ കയ്യിലുണ്ട്. അങ്ങനെ അനസ് മൗലവിയുടെ ഔദാര്യം കൊണ്ട് ജീവിക്കേണ്ട ഗതികേട് ഈ വിസ്ഡം വിഭാഗത്തിന്റെ സംഘടനയുടെ ഉള്ളിൽപ്പെട്ട ഒരു ഇന്ന് ജനിച്ചു വീണ പൈതലിന് പോലുമില്ല. മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ ഔദാര്യത്തിൽ ജീവിക്കേണ്ട ഗതികേട് ഈ വിസ്ഡം വിഭാഗത്തിന്റെ നേതാക്കന്മാർക്കെന്നല്ല, ഇന്ന് ജനിച്ചു വീണ പൈതലിന് പോലുമില്ല. മനസ്സിലായോ? നിങ്ങളെ ഔദാര്യം നിങ്ങൾ ഇതിനപ്പുറം പറഞ്ഞിട്ടുണ്ട്. ഇതിനപ്പുറം ഇനിയും പറഞ്ഞോളി, ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല. നിങ്ങൾ എന്താ പറഞ്ഞു? 6 മാസം കൊണ്ട് വിസ്ഡം കമ്പനി പൂട്ടിപ്പോകുന്നല്ലേ? പൂട്ടിയോ? ഇന്നും നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് ഈ വിസ്ഡം വിഭാഗത്തിന്റെ ശബ്ദമാണ്. അത് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവും. കൊച്ചിയിൽ വന്നിട്ട് നിങ്ങളുടെ വാദത്തെ തകർത്തു പോകുന്നതിന് ഇമാരി പിന്നെ പോക്കിരിത്തരം കാണിച്ചിട്ട് കാര്യമില്ല. അതിന് മറുപടി എനിക്ക് പറയും. നിങ്ങൾക്ക് മറുപടി ഇല്ല എന്ന് മനസ്സിലായി നിങ്ങളുടെ മുഖാമുഖം കണ്ടപ്പോൾ. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതൊന്നും വേണ്ട അനസ് മൗലവി. ഒരു മനുഷ്യന്റെ ഞങ്ങളുടെ മാനം പടച്ച റബ്ബിന്റെ കയ്യിലാണ്, അള്ളാഹുവിന്റെ കയ്യിലാണ് ഞങ്ങളുടെ മാനമുള്ളത്, നിങ്ങളുടെ കയ്യിലല്ല. അള്ളാഹു ഞങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചാലേ ഈ ലോകത്ത് ഒരു പടപ്പ് ഉദ്ദേശിച്ചാലും അപകീർത്തിപ്പെടുകയുള്ളൂ ഇൻഷാ അള്ളാഹ്. നിങ്ങൾ എത്ര കാലം ഉരുണ്ട് പറഞ്ഞാലും എത്ര കാലം തൊള്ളിട്ട് പറഞ്ഞാലും ഈ വിസ്ഡം വിഭാഗത്തെ ഒരു തരിമ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കൂല. നിങ്ങൾ മനസ്സിലാക്കിക്കൂടി. ഇതൊക്കെ പറയുമ്പോഴേ നിങ്ങളെ മാനാ പോണത്, ഞങ്ങളെ മാനല്ല. ഇതൊന്നും ഒരു മതപ്രഭാഷണ വേദിയിൽ വെച്ചുകൊണ്ട് പറയാൻ പറ്റാത്ത ഗുണ്ടായിസങ്ങൾ പറയുന്നത്. ഖുർആനും സുന്നത്തും പറയും. അതല്ലാതെ ഈ രൂപത്തിലുള്ള ആളുകൾ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് ഞങ്ങളുടെ മാനം ഞങ്ങൾ നോക്കിക്കോളാം. മനസ്സിലായോ? അത്രയും